സുവിശേഷത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ വളരെയധികം തിന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഏത് കഷ്ടപ്പാടും എന്തും സഹിച്ചു സുവിശേഷം ഓരോ സ്ഥലങ്ങളിൽ എത്തിക്കുക, സത്യമറിയാതെ കിടക്കുന്ന, ദൈവത്തെക്കുറിച്ച് അറിവില്ലാതെ കിടക്കുന്ന ജനത്തിൻ്റെ ഇടയിൽ ദൈവത്തെ വെളിപ്പെടുത്തുക, സത്യസുവിശേഷം അറിയിക്കുക എന്നുള്ള പ്രേരണയായിരുന്നു എൻ്റെ ഹൃദയത്തിലെപ്പോഴും. അങ്ങനെ ഓരോ സ്ഥലങ്ങളെയും കണ്ടെത്തുവാനും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങൾ തുടങ്ങുവാനുമുള്ള ആ ഒരു പ്രേരണ, സുവിശേഷീകരണത്തിൻ്റെ ശക്തി പൗലോസിനെ പോലൊക്കെയും 1-ാം നൂറ്റാണ്ടിൽ അവർ ചെയ്തതുപോലെ പട്ടണങ്ങൾ തോറും ഗ്രാമങ്ങൾ തോറും സുവിശേഷീകരണം നടത്തി സഭകൾ സ്ഥാപിച്ചിരുന്നു എന്നുള്ളതുപോലെ എൻ്റെ ഹൃദയത്തിലും അതേ പ്രേരണയായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെയും ദൈവത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ജാൽനയിൽ അങ്ങനെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇനിയും ഓരോ പട്ടണങ്ങളെയും എനിക്ക് വെളിപ്പെടുത്തി തരണമേ. സുവിശേഷം എത്തിയിട്ടില്ലാത്ത പട്ടണങ്ങൾ, ദൈവവേല ഇല്ലാത്ത പട്ടണങ്ങൾ, അവിടെ പോയി ദൈവവേല തുടങ്ങുവാനും അവിടേക്ക് എന്നെ അയക്കണമേ എന്ന് ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് ആളുകൾ ചിന്തിക്കുന്നത് പോലെ ഒരു സ്ഥലത്ത് 4 പേരെ സ്നാനപ്പെടുത്തി അവിടെ ഒരു സഭയാക്കി ആ സഭയെ വളർത്തിക്കൊണ്ട് ഉപജീവനം കഴിയുക, അല്ലെങ്കിൽ അതിൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കുക, ഇങ്ങനെയുള്ളൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ അന്നും വന്നിട്ടില്ല, ഇന്നും വന്നിട്ടില്ല. അവരെ ആടുകളാക്കി വെച്ചുകൊണ്ട് അതിൻ്റെ പാൽ കൊണ്ട് ഉപജീവനം കഴിക്കുക എന്നുള്ള ചിന്ത അന്നും ഇന്നും എൻ്റെ ഹൃദയത്തിൽ വന്നിട്ടില്ല. അതിനോട് ഞാൻ യോജിക്കുന്ന വ്യക്തിയുമല്ല. എന്നാൽ അന്ന് ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് ഞാൻ ഒരു ദിവസം ഒരു സഹോദരൻ്റെ റൂമിൽ ചെന്നപ്പോൾ ഇങ്ങനെ ഔറംഗബാദ് എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട്. അവിടെ നിങ്ങളെപ്പോലെയുള്ള ഇങ്ങനെ ട്രാക്റ്റുകളൊക്കെ കൊടുക്കുകയും സുവിശേഷം പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം നാഗപ്പൂരിൽ നിന്ന് ട്രാൻസ്ഫറായി വന്ന ആളാണ് സ്ഥലത്തേക്ക് എന്ന് ഉള്ള വർത്തമാനം എന്നോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ഔറംഗബാദിനെ കുറിച്ച് എനിക്ക് ഒരു ആത്മഭാരം വരുവാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ ഓർത്തു, ഈ സഹോദരൻ പറഞ്ഞല്ലോ ഇങ്ങനെയൊരു വ്യക്തി അവിടെ ഉണ്ടെന്ന്, അദ്ദേഹത്തെ അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ചാൽ ആ പട്ടണത്തിലെ ഒരു പ്രവർത്തനം തുടങ്ങുന്നതിന് എന്തെങ്കിലും ഒരു ചാനലാകും എന്ന് ഞാൻ ചിന്തിച്ചു, ദൈവത്തോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഔറംഗബാദിന് പോകുവാൻ തീരുമാനിച്ചു. ജാൽനയിൽ നിന്ന് 5 മണിക്കൂറിൽ കൂടുതൽ യാത്ര ചെയ്യണം ഔറംഗബാദിലേക്ക്. ഞാനൊരു ദിവസം പോയി ഔറംഗബാദിൽ ഇറങ്ങി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് മാത്യു എന്നായിരുന്നു. നാഗപ്പൂരിൽ നിന്ന് ട്രാൻസ്ഫറായി വന്നതാണ്. അദ്ദേഹത്തെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ഓഫീസിലിരുന്ന് കുറേ നേരം സംസാരിച്ചു. എൻ്റെ അനുഭവങ്ങളൊക്കെയും ഞാൻ അദ്ദേഹത്തോട് ഷെയർ ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്ന ആദ്യത്തെ വാക്ക്, ഒന്ന് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഏത് സംഘടനയുടെയാണ്? ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ പ്രവർത്തിച്ച ഒന്നും ഒരു സംഘടനയുടെയും ഒരു സഭയുടെയും അധികാരത്തിലോ അതിൻ്റെ കീഴിലോ അല്ല. കാരണം ഞാൻ സ്വന്തമായി ജോലി ചെയ്ത് എൻ്റെ സ്വന്തം ചെലവിന്മേൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഒരു സംഘടനക്കാരും എന്നോട് ചോദിച്ചുമില്ല, പറഞ്ഞുമില്ല, എന്നെ ഗൈഡ് ചെയ്തതുമില്ല. ചിലരെയൊക്കെ എനിക്ക് പരിചയമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. തന്നെയുമല്ല, ഈ മറാഠ്വാഡയിലെങ്ങും സഭകളോ ചർച്ചകളോ മറ്റെങ്ങും തന്നെ ഇല്ലതാനും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, നേരിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ IPCയിൽ വിശ്വാസത്തിൽ വന്ന ഒരു വ്യക്തിയാണ്. ഞാൻ IPC അല്ലാതെ മറ്റൊരു സഭയും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ അങ്ങനെയുള്ള ഒരു വ്യക്തി, വേറൊരു സംഘടനയുടെ വ്യക്തി വന്ന് പ്രവർത്തിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ IPC ആണെങ്കിൽ മാത്രമേ യോജിക്കുന്നുള്ളൂ. എനിക്കത് കേട്ടപ്പോൾ വളരെ ഒരു ചിന്ത തോന്നി. ഇദ്ദേഹം എന്താണ് ഈ പറയുന്നത്? ഞാൻ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ കാര്യമാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അദ്ദേഹം സംഘടനയുടെ പ്രവർത്തനമാണ് പറയുന്നത്.
അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു പരീക്ഷഭക്തനാണ് എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആര് ഇവിടെ വന്നു കഴിഞ്ഞാൽ റെൻറ്റ് തരും, നിങ്ങളുടെ ചിലവ് എങ്ങനെ നടക്കും? അപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ ജോലി ഫുൾ ആൻഡ് ഫൈനൽ ചെയ്തതിൻ്റെ പണമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതുവരെയും ചിലവഴിച്ചുകൊണ്ടേ ഇരിക്കുന്നതും. ഞാൻ ആഹാരം കഴിക്കുന്നതും പോകുന്നതും വരുന്നതും എല്ലാം എൻ്റെ സ്വന്തം പൈസയിലാണ്, ആരും എന്നെ സഹായിക്കുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം പറഞ്ഞു, അച്ചായൻ അതിനുവേണ്ടി ഒരിക്കലും ബാധ്യസ്ഥനാകുകയില്ല. ഞാനെല്ലാം വിശ്വാസത്താൽ ചെയ്യുന്ന വ്യക്തിയാണ്. എന്നോട് ആരും പറഞ്ഞിട്ടല്ല ഞാൻ ഈ സ്ഥലത്തേക്ക് വരണം എന്ന് ആഗ്രഹിച്ചത്. ദൈവത്തിൻ്റെ ഒരു പ്രേരണ എൻ്റെ ഹൃദയത്തിൽ വന്നതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഒരു ദൈവവിശ്വാസിയായ ഒരാളുണ്ട് എന്ന് ഞാൻ കേട്ടതുകൊണ്ട് വന്ന് പരിചയപ്പെട്ടതാണ്. എന്തായിരുന്നാലും ദൈവം എന്നോട് പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ വന്ന് പാർത്ത് വേല ചെയ്യുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരിക്കലും ഒരു സുവിശേഷകനെ പ്രവേശിപ്പിക്കുന്ന സ്ഥലമല്ല. ഇവിടെ വളരെ ഉഗ്രന്മാരായ ആൾക്കാരാണ് ഉള്ളത്, മലയാളികൾ തന്നെ. അവർക്ക് സുവിശേഷമോ അങ്ങനെയുള്ള കാര്യമോ ഒരിക്കലും ഇഷ്ടമല്ല. ഞാൻ ചില മാസങ്ങളായി ഇവിടെ വന്ന് പാർക്കുന്നു. പക്ഷേ ഞാൻ പലരോടും പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആരും തന്നെ ഈ കാര്യത്തിൽ ഒട്ടും താല്പര്യം കാണിക്കുന്നവരല്ല. നമ്മളെ അവർ പുച്ഛിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒരു പ്രവർത്തനം നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം പ്രവർത്തിച്ചാൽ പിന്നെ എല്ലാം നടക്കും. നമ്മുടെ മാനുഷിക കഴിവുകളൊന്നും ഇതിന് പര്യാപ്തമല്ല. എന്നാലും ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ അനുവാദവും വെച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ ദൈവം പ്രവർത്തിച്ചോളും. അച്ചാൻ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ മടങ്ങിപ്പോകുവാനിടയായിത്തീർന്നു. അവസാനം ഞാൻ അദ്ദേഹത്തോടൊരു വാക്ക് പറഞ്ഞാണ് പിരിഞ്ഞത്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ചോദിക്കും, ദൈവം എന്നൊക്കെ ആജ്ഞ തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ സ്ഥലത്തേക്ക് വരും താമസിക്കുവാനായിട്ട്. എവിടെയെങ്കിലും ഒരു താമസ സൗകര്യം ഒരുക്കാൻ ആ സമയം അച്ചാൻ എനിക്ക് കണ്ടെത്തിത്തരണം. റെൻറ്റോ പൈസയോ അല്ല, എനിക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലമായതുകൊണ്ട് എനിക്ക് റൂം എടുക്കുന്നതിന് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, അദ്ദേഹം പിരിഞ്ഞു. ഞാൻ ജാലനയിൽ മടങ്ങിപ്പോയി. ഞാൻ ദൈവത്തോട് ചില ആഴ്ചകൾ പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ പരിപൂർണ്ണ ഒരു ഗൈഡൻസ് എനിക്ക് കിട്ടേണ്ടതിനായിട്ട്. കാരണം ഒരു വലിയ പട്ടണമാണ്, ഒരു ടൂറിസ്റ്റ് സെൻറ്ററുമാണ്. എന്നാൽ അവിടെ സുവിശേഷമോ സുവിശേഷകരോ ഇല്ല, ഒരു ദൈവസഭ അവിടെ ഇല്ല. കത്തോലിക്കരുടെ ഒരു ചർച്ചുണ്ട്. അവിടെ ഒരു കോൺഗ്രിഗേഷനുണ്ട്, മലയാളികളിലെ മർത്തോമ യാക്കോബ ഒരുമിച്ച് ചേർന്ന് എല്ലാവരും കൂടെ കൂടുന്ന 1000-ലധികം ആളുകൾ കൂടുന്ന ഒരു കോൺഗ്രിഗേഷനുണ്ട്. പക്ഷേ സുവിശേഷവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അവിടെയില്ല. ആരെയും അവർ ചെല്ലാൻ സമ്മതിക്കത്തില്ല എന്നാണ്. അപ്പോൾ എനിക്ക് കൂടെ ആവശ്യം അവിടെ വർദ്ധിച്ചു. കാരണം സുവിശേഷത്തിനെതിരെ നിൽക്കുന്ന കുറേ ആളുകൾ അവിടെ പാർക്കുന്നു. അവരോട് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും അറിയിക്കുന്നതും ഏറ്റവും ആവശ്യമാണ്. ദൈവം ആളുകളെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസമായിരുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ പൂർണ്ണമായ ബോധ്യം. ഞാൻ ദൈവത്തോടെ ഉപവസിച്ച് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ദൈവിക മറുപടിക്കായി ഞാൻ കാത്തിരുന്നു. അവസാനം ദൈവം എന്നോട് പറഞ്ഞു, ഈ ഔറംഗാബാദിലേക്ക് പോകണമെന്ന്. അങ്ങനെ ഞാൻ ജാലനയുള്ള സഹോദരന്മാരെ കാര്യങ്ങൾ ധരിപ്പിച്ചു. അവരെ ആ കൂട്ടായ്മ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ഒരു ബ്രദറൻ വിശ്വാസത്തിലുള്ള ഒരു സഹോദരൻ ആ സമയം ഫരീദാബാദിൽ നിന്ന് ട്രാൻസ്ഫറായി വന്നു. അദ്ദേഹവും ആ കൂട്ടായ്മയിൽ ഉൾപ്പെട്ട് അങ്ങനെ പോന്നു. വേറെ കൂട്ടായ്മകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആദ്യത്തെ ചർച്ച എന്ന് പറയുന്നതാണ്. അങ്ങനെ ആ സഹോദരൻ അതിന് തൽപരനായിരുന്നു, ഗൈഡ് ചെയ്തു പോയി. ഞാൻ അവരെ ധരിപ്പിച്ചത് അവരെല്ലാം സമ്മതിച്ചു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാസത്തിൽ 1-2 വട്ടം ഈ ജാലനയിൽ വന്ന് കൂട്ടായ്മ ആചരിക്കുകയും നിങ്ങൾക്ക് ആവശ്യമായ ആത്മീയ ഗൈഡൻസ് തരികയും ചെയ്യും. അങ്ങനെ 2 സ്ഥലത്തെ പ്രവർത്തനങ്ങളും നോക്കിക്കൊണ്ട് എനിക്ക് പോകുവാൻ കഴിയും എന്ന് ഉറപ്പ് കൊടുത്ത് ഞാൻ ദൈവഹിതപ്രകാരം ഔറംഗാബാദിലേക്ക് യാത്രയായി. എനിക്കുള്ള സാധനങ്ങളും ഒക്കെയും പെട്ടിയും എടുത്താണ് ഞാൻ ഔറംഗാബാദിൽ പോയി. ഈ ആദ്യം കണ്ട അച്ചായൻ്റെ അടുക്കൽ ചെന്നു. ഞാൻ അച്ചായനോട് പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു ഈ പട്ടണത്തിൽ വന്ന് താമസിച്ച് പ്രവർത്തിക്കണമെന്ന്, അതുകൊണ്ട് ഞാൻ താമസിച്ച് പ്രവർത്തിക്കുവാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഒട്ടും സന്തോഷം ഉണ്ടായില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്?
ഞാൻ പറഞ്ഞു എനിക്ക് താമസിക്കുവാനായിട്ട് ഒരു റൂം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ലഭിക്കുന്നത്, അച്ചായൻ ഈ സ്ഥലത്തുള്ള ആളായതുകൊണ്ടാണ്, അച്ചായൻ അറിയാമല്ലോ, ഒരു റൂം എനിക്ക് വേണം. അതിൻ്റെ റെൻറ്റോ കാര്യങ്ങളോ അച്ചായൻ വിഷമിക്കണ്ട, അതെല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം, അതിന് ഭൗമികമായ കാര്യങ്ങളൊന്നും അച്ചായൻ ഡിസ്റ്റർബ് വരുത്തില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എന്തായാലും മനസ്സില്ലാ മനസ്സോടെ എന്നെ കൂട്ടിക്കൊണ്ട് ജീപ്പിൽ കയറ്റി ആർമി ഹോസ്പിറ്റലിൽ MHൽ ഒരു സിസ്റ്ററുണ്ട്. അവിടെ MHൻ്റെ അടുത്ത കൊട്ടേഷൻ തന്നെയാണ്. ഞാൻ അവിടേക്ക് ബ്രദറിനെ കൊണ്ടാക്കാം, അവിടെ വൈകുന്നേരം വരെ ഇരിക്കെ സിസ്റ്റർ ഡ്യൂട്ടിയിലായിരിക്കും, ഞാൻ വൈകിട്ട് വന്നിട്ട് നമുക്കൊന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു അന്വേഷണം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞ് 5 മണി കഴിഞ്ഞ് അവിടെ നിന്ന് വരത്തുള്ളൂ. എന്നെ ആ സിസ്റ്ററുടെ വീട്ടിൽ കൊണ്ടാക്കി അദ്ദേഹം മടങ്ങിപ്പോയി. ഞാൻ വൈകിട്ട് വരെ അവിടെ ഇരുന്നു. വൈകിട്ട് അദ്ദേഹവും വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാവം വളരെ വ്യത്യാസമാണ്. സിസ്റ്ററോട് പറഞ്ഞു, ഞാൻ IPCയിൽ വിശ്വസിക്കുന്ന ആളാണ്, ഞാൻ വേറെ ഒരു സംഘടനയുടെ പ്രവർത്തനമോ വേറൊരു വ്യക്തിയോ ആഗ്രഹിക്കുന്നില്ല, IPCയുടെ മാത്രം തുടങ്ങിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് സഹകരിക്കുക, അല്ലാതെ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയായപ്പോൾ ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ ഒരു വിശ്വാസിയാണ്, ഇവിടെ വച്ചല്ല വിശ്വാസത്തിൽ വന്നത്, എന്നാൽ ഇവിടെ സഭയോ സംഘടനയോ ഇവിടെ വേലക്കാരോ ആരും തന്നെ ഇല്ല, കൂട്ടായ്മകളുമില്ല, ഞാനിങ്ങനെ ജീവിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ, എന്നാൽ ഞാൻ ഇൻഡിപെൻഡൻ്റാണ്, നിങ്ങൾ ഒരു പ്രാർത്ഥന തുടങ്ങിയാൽ ഞാൻ വരാം, അച്ചായൻ്റെ കാര്യം എനിക്കറിയില്ല, അതിന് നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഞാൻ സഹകരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം ഈ സിസ്റ്റർ തന്നെ അച്ചായനെ വിളിച്ച് പറഞ്ഞു, ഈ ബ്രദറിന് താമസിക്കുവാൻ ഒരു റൂം എവിടെയെങ്കിലും ശരിയാക്കാൻ, ബാക്കി ദൈവം നോക്കിക്കോളും എന്ന് പറഞ്ഞു. പക്ഷെ അച്ചായനെ അന്വേഷിച്ചപ്പോൾ റൂമൊന്നുമില്ല. ആർമി ബാരക്കിൻ്റെ പുറകിൽ തോട്ടികൾ കുടിലുണ്ടാക്കി താമസിക്കുന്ന ഒരു കുടിൽ എനിക്ക് അച്ചായൻ കാണിച്ചു തന്നു. അത് ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അവർ ഇങ്ങനെ രാവിലെ പോയിട്ട് രാത്രി വന്ന് കിടക്കുന്ന മാത്രമേ ഉള്ളൂ. വളഞ്ഞ ചെറിയ മുളങ്കട്ടിലുണ്ട്, അതിലാണ് അവർ കിടക്കുന്നത്. അവിടെ കരണ്ടോ വെള്ളമോ ഒന്നും തന്നെ ഇല്ല. പന്നികളാണ് മേഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരാരും ആ ഏരിയയിൽ പോകത്തില്ല, കാരണം തോട്ടികളുടെ ഏരിയയാണ്. അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ നമുക്ക് ഊഹിക്കാമല്ലോ, എന്ത് പരിഷ്കാരം എന്താണ്. കാടുകളാണ് ചുറ്റും. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൊച്ചു കൊച്ചു കുടിലുകൾ, പുല്ലുപേഞ്ഞ കുടിൽ. അതിന് ഭിത്തിയോ ഒന്നും തന്നെ ഇല്ല, എല്ലാം പുല്ലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, കുറച്ച് നാളത്തേക്ക് ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യുക, ഉറങ്ങാൻ വേണ്ടി ഇവിടെ ഉപയോഗിക്കുക, നമുക്ക് പിന്നാലെ റൂം എവിടെയെങ്കിലും തരപ്പെടുമ്പോൾ മാറാം എന്ന് പറഞ്ഞു. എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ ദൈവനാമത്തിൽ സ്വീകരിക്കാൻ തയ്യാറായിട്ടാണല്ലോ ഞാൻ ഈ സ്ഥലത്ത് വന്നത്. ഏത് സാഹചര്യത്തെ അതിജീവിക്കുവാൻ ദൈവം നമ്മളെ അഭ്യസിപ്പിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആ സാഹചര്യം എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ഞാൻ സമ്മതിച്ചു. ഞാൻ ആ കുടിലിൽ എൻ്റെ പെട്ടി കൊണ്ടുവച്ചു. അങ്ങനെ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ബ്രദർ ഒരു കാര്യം ചെയ്യും, രാവിലെ തോറും ഇവിടെ വന്ന് കുളിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നീട് പ്രവർത്തനത്തിന് പോയിക്കും. അപ്പോൾ ഞാൻ ഇവരെ ആരെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ഒരു കാര്യം ആവശ്യപ്പെടുന്നുമില്ല. എൻ്റെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് ഞാൻ ഹോട്ടലിൽ നിന്നാണ് ആഹാരം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം കഴിക്കുന്നത്. ഉറങ്ങാൻ വേണ്ടി മാത്രം ഈ കുടിലിൽ വരും, മെഴുകുതിരി കത്തിച്ചിട്ട് ആ വെളിച്ചത്ത് ഇരുന്ന് പ്രാർത്ഥനയെല്ലാം കഴിച്ചിട്ട് ഞാൻ അവിടെ കിടന്നുറങ്ങും. രാവിലെ എഴുന്നേറ്റ് ഈ സിസ്റ്ററുടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ കുളിക്കുകയും എനിക്കെല്ലാം ചെയ്യുന്നത്. അങ്ങനെ കുറേ നാളുകൾ പോയി. ചില മാസം അവിടെ അങ്ങനെ കിടക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഞാൻ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയാൽ രാത്രിയാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ ഞാൻ ഓരോ ഏരിയ വിസിറ്റ് ചെയ്യുകയും എല്ലാ ഓഫീസുകളും, മെഡിക്കൽ കോളേജ്, അതിൻ്റെ ക്വാർട്ടേഴ്സ്, അംബേദ്കർ ലോ കോളേജ്, അതിൻ്റെ ഓഫീസുകൾ, അന്ന് സുവിശേഷം കൊണ്ട് എവിടെയും കയറി ചെല്ലുവാനും ഏത് ഓഫീസിൽ ആരെ സമീപിക്കാനും എല്ലായിടവും അന്ന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ആരും അതിനെ എതിർക്കുന്നില്ലായിരുന്നു.
മതം മാറ്റം എന്ന് പറഞ്ഞ ആളുകൾക്ക് അങ്ങനെ ഒരു കാര്യമേ അറിയത്തില്ലായിരുന്നു. യേശുവിനെക്കുറിച്ച് പറയുകയും ട്രാക്റ്റുകൾ കൊടുക്കുകയും അങ്ങനെ കഴിവതും എല്ലാവരെയും കണ്ടുപിടിക്കുകയും ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് മലയാളികളായ ആൾക്കാർ ആ സമയത്ത് 2500 പേരാണ് ഈ ഔറംഗാബാദ് കണ്ടോൺമെൻറ്റ് ഏരിയയിലും സിഡ്കോ ഏരിയയിലും കൂടെ താമസിക്കുന്നവരുള്ളത്. അപ്പോൾ ഇവർക്കെല്ലാം പ്രത്യേകമായ മലയാളം കോൺഗ്രിഗേഷനുകൾ, മലയാളി സമാജത്തിൻ്റെ കോൺഗ്രിഗേഷനാണ് ഉള്ളത്. ആത്മീയ കോൺഗ്രിഗേഷൻ എന്ന് പറയുന്നത് യാക്കോബ മാർത്തോമ കോൺഗ്രിഗേഷൻ്റെ ഒരു കുർബാന അവിടെ മാസത്തിൽ ഒരിക്കൽ മാത്രം നടത്തുമായിരുന്നു. അതിനുവേണ്ടി അവർ കൂടുമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെ ഉള്ളായിരുന്നു. എന്നാൽ ഞാൻ ചില മാസങ്ങൾ കൊണ്ട് എല്ലാ ഏരിയയും വിസിറ്റ് ചെയ്ത് ആളുകളെയൊക്കെയും കണ്ടുപിടിച്ച് പരിചയപ്പെട്ടു. അപ്പോഴും എനിക്ക് കിടക്കുവാനുള്ള സൗകര്യമെന്ന് പറയുന്നത് ഈ കുടിലേ ഉള്ളൂ. എൻ്റെ കയ്യിലുള്ള പൈസ എല്ലാം തീർന്നു. ഞാൻ അച്ചായനോട് പറഞ്ഞു, എനിക്ക് ഒരു റൂം എവിടെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം താമസിക്കുവാൻ വേണ്ടി. ഇനിയും എനിക്ക് ആ കുടിലിൽ കിടക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ സ്ഥിരപ്പെടുത്തുകയാണ്. അനേകരെ ആത്മീയ താല്പര്യമുള്ളവരായി വന്നിട്ടുണ്ട്. അനേകരോട് സുവിശേഷം പറയുവാനിടയായി തീർന്നു. അങ്ങനെ ആത്മീയമായ ഒരു മുന്നേറ്റം ആ ദേശത്ത് ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടും അദ്ദേഹം അതിന് പൂർണ്ണമായൊരു ഇൻട്രസ്റ്റ് കാണിച്ചില്ല. കാരണം റെൻ്റ് ആര് കൊടുക്കും? അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ തന്നെ പിന്നെ റെൻ്റ് കൊടുക്കേണ്ട വരത്തില്ലേ? ബ്രദറിൻ്റെ കയ്യിൽ അതിനുള്ള വരുമാനമുണ്ടോ? ആര് കൊടുക്കുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ചായൻ പേടിക്കേണ്ട, ഞാൻ അച്ചായനോട് റെൻ്റ് കൊടുക്കാൻ പറയത്തില്ല. വിശ്വാസത്താലാണ് ഞാനെല്ലാം ചെയ്യുന്നത്. ദൈവം അതിൻ്റെ കാര്യങ്ങളെ ചെയ്തുകൊള്ളു. അതുകൊണ്ട് എനിക്കൊരു റൂം അച്ചായന് പരിചയമുള്ള ആരോടെങ്കിലും കണ്ട് ശരിയാക്കി തരണമെന്ന്. അങ്ങനെ അദ്ദേഹം ഒരു റൂം ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് തന്നു. അതിൻ്റെ റെൻ്റ് കൊടുക്കാൻ സമയം ഒരു മാസം കഴിയുമ്പോൾ കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. റെൻ്റ് കൊടുക്കണമെങ്കിൽ മാസം കഴിഞ്ഞു, പിറ്റേ മാസവും കഴിഞ്ഞു. 2 മാസം ആയപ്പോൾ അവർ തന്നെ എന്നോട് ചോദിച്ചു. അവർ ക്രിസ്ത്യൻസാണ്, മറാഠി ക്രിസ്ത്യൻസാണ്. അപ്പോൾ അവരെന്നോട് ചോദിച്ച്, റെൻ്റ് 2 മാസമായല്ലോ, എന്താ തരാത്തെന്ന്. ഞാൻ അവരോട് പറഞ്ഞു, റെൻ്റ് തരാം, അല്പം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പാസ്റ്റർ തോമസിന് ബോംബെയിലേക്ക് ലെറ്റർ എഴുതി. ഈ ഔറംഗാബാദിലെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിയിച്ചു. ഇവിടെ ഒരു പ്രവർത്തനം തുടർന്ന് കൊണ്ടുപോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഞാൻ റൂം എടുത്തു. ഇതിൽ റെൻ്റ് കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ പണമില്ല. ഞാനിപ്പോൾ ആ റൂമിലാണ് താമസിക്കുന്നത്. ആ റെൻറ്റിന് വേണ്ടി എന്നെ സഹായിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തിന് ലെറ്റർ എഴുതി. ഉടനെ അദ്ദേഹം എനിക്ക് മറുപടി ഇട്ടത്, അബ്രഹാമിൻ്റെ കാലത്ത് എല്ലാവരും കൂടാരം അടിച്ചാണ് പാർത്തത്. നമ്മളതുപോലെ കൂടാരം മാറ്റി അടിച്ച് പാർക്കണം. പിന്നെ മുട്ടുമേലിരുന്ന് ദൈവത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കുറേ സെൻറ്റൻസാണ് എനിക്ക് മറുപടി വന്നത്. ഇതിൽ റെൻ്റ് തരാമെന്നോ ലഭിക്കുമെന്നോ ഒന്നും തന്നെ അദ്ദേഹം പറഞ്ഞില്ല. എനിക്ക് വളരെ നിരാശയും ബുദ്ധിമുട്ടും തോന്നി. കാരണം ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മറുപടി കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഞാനൊരു സംഘടനയോടോ മറ്റുള്ളവരോടോ ആരോടും ഭൗമികമായ പണപരമായ കാര്യങ്ങൾ ഒന്നും ആവശ്യപ്പെടാത്തതും അവരെ ഡിപ്പെൻഡ് ചെയ്യാത്തതും. എങ്കിലും ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇനി ആരോട് ചോദിക്കണം, ആരോട് പറയണം? എനിക്ക് ആരെയും അറിയുകയില്ല. ഈ നോർത്ത് ഇന്ത്യയിൽ വേറെ എങ്ങും തന്നെ ആരെയും അറിയുകയില്ല. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്കൊരു ലെറ്റർ അയച്ചു. ഒരു ബാങ്കിൽ അക്കൗണ്ട് എടുക്കുക, ഞാൻ റെൻറ്റിൻ്റെ പൈസ മാത്രം ഞാൻ എല്ലാ മാസവും അയച്ചു തരാം. അങ്ങനെ റെൻറ്റ് കൊടുക്കുക, പെൻഡിങ് ആയ 2 മാസത്തെ റെൻറ്റും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞ് എനിക്ക് മറുപടി വന്നു. അങ്ങനെ ഞാൻ ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി. അങ്ങനെ അദ്ദേഹം 500 രൂപ എനിക്ക് ആദ്യം അയച്ചു തന്നു. അങ്ങനെ 2 മാസത്തെ റെൻറ്റ് കൊടുത്തു. പിന്നെ എല്ലാ മാസവും എനിക്ക് റെൻറ്റിനുള്ള പൈസ അദ്ദേഹം അയച്ചു തരുമായിരുന്നു. അങ്ങനെയാണ് അവിടെ റൂം എടുത്ത് ഞാൻ സ്ഥിരമായി താമസിക്കുവാൻ തുടങ്ങിയത്. എന്നാൽ ഈ സ്ഥലത്ത് പ്രവർത്തനം തുടങ്ങുമ്പോൾ ഞാൻ രാവിലെ തോറും ഇറങ്ങിയാൽ രാത്രിയിലാണ് തിരിച്ചു വരുന്നത്. ഒരു മനുഷ്യരും സഹായത്തിനോ ഒരു ഗ്ലാസ് വെള്ളം തരാനോ ആ സ്ഥലത്ത് ആരുമില്ല. ചെല്ലുന്നിടത്തൊക്കെയും ആളുകൾ
ഭീകരമായ വാക്കുകളാണ് പറയുന്നത്. ഇഷ്ടപ്പെടുന്നവരുമുണ്ട്, ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. തർക്കിക്കാനും വാദിക്കാനും എന്നെ സമയം വെച്ച് വിളിച്ചവരുണ്ട്. പല ക്വസ്റ്റ്യനുകൾ ബൈബിളിൽ നിന്നും കത്തോലിക്ക വിശ്വാസത്തിൻ്റെ കാര്യങ്ങളും വെച്ച് പലരും തർക്കവും വാദവും പല ക്വസ്റ്റ്യനുകളും ചോദിക്കുന്നവരുമുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ സിസ്റ്റർ അടുക്കൽ രാവിലെ ഞാൻ ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇവിടെയുള്ള ആളുകളെല്ലാം ബ്രദറിനോട് തർക്കിക്കാനിരിക്കുകയാണ്. പല ക്വസ്റ്റ്യനാണ് അവർ ചോദിക്കുന്നത്. അതിനൊക്കെ മറുപടി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര അനാഖ്യ മല്ലന്മാരാണ് ഇവിടെ ഉള്ളത്. അവരെ ജയിക്കാൻ നമുക്ക് പ്രയാസമാണ്. ബ്രദർ ഇവിടെ പ്രവർത്തിച്ച് ഇവിടെ ആരും സ്നാനപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എന്താ തീരുമാനമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവം എന്നെ അയച്ച സ്ഥലമായതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കും, എനിക്കതിനെക്കുറിച്ച് പേടിയില്ല. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ ആരെയെങ്കിലും വിശ്വാസത്തിൽ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ കിടക്കുന്ന പൊന്മോതിര ഊരി നിങ്ങൾക്ക് തരാം, നിങ്ങൾ വിറ്റ് ചിലവ് കഴിഞ്ഞോളാം. ഇതെൻ്റെ നേരെയുള്ള ഒരു വലിയ വെല്ലുവിളിയായി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇങ്ങനെയുള്ള വെല്ലുവിളി വരെയും ഒരു വിശ്വാസിയായി വന്ന വ്യക്തിക്ക് പോലും അത്ര ഭയന്ന് ആ വെല്ലുവിളി ചെയ്യുമ്പോൾ ഈ സ്ഥലത്തെ ദൈവത്തിന് വേണ്ടി നേടുവാൻ എനിക്കിടയാക്കണമെന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ദിവസവും എൻ്റെ സുവിശേഷ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ഒരു സാറിൻ്റെ വീട്ടിൽ ഞാൻ ചെന്നു. അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും പല രോഗങ്ങളാൽ വലയുന്നവരാണ്. അവർ എന്നോട് പറഞ്ഞു, ഞങ്ങൾ പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അപ്പോൾ അവർക്ക് എൻ്റെ സുവിശേഷത്തോട് വലിയ താല്പര്യമില്ല എങ്കിൽ തന്നെയും പ്രാർത്ഥനയാൽ വിടുതലുണ്ടാകുകയാണെങ്കിൽ വളരെ നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്തോ ആശ്വാസം അവർക്ക് തോന്നിയത് മുഖാന്തരം അവരെന്നോട് പറഞ്ഞു, എന്നും വൈകിട്ട് ഒരു 7 മണിയാവുമ്പോൾ ബ്രദർ ഇവിടെ വരണം, ഞങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കണം, ഞങ്ങളും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, എന്നിട്ട് എന്നും വൈകിട്ട് ആഹാരം കഴിച്ചിട്ട് ഇവിടുന്ന് പോവുകയും വേണം. എനിക്ക് ദൈവം ഒരുക്കിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ അത്. ഒരു കുടുംബം താല്പര്യരായിട്ട് വരുന്നു, ആഹാരമല്ല വിഷയം. എന്നാൽ അത്രയും താല്പര്യം അവർ പറഞ്ഞപ്പോൾ ഞാൻ അതിനെ സമ്മതിച്ചു. ഞാൻ എല്ലാ ദിവസവും അങ്ങനെ കുറേ നാളുകളിലേക്ക് അവരുടെ വീട്ടിൽ പോവുകയും വൈകിട്ട് പ്രാർത്ഥിക്കുകയും എനിക്ക് വൈകിട്ടത്തെ ആഹാരം തന്നാണ് അവർ വിടുന്നത്. ഇതെല്ലാം ദൈവം ഒരുക്കിയ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയണം. അങ്ങനെ ആയപ്പോൾ ഞാൻ ആ സാറിനോട് ചോദിച്ചു, സാറേ, ഒരു പ്രാർത്ഥന നമുക്കൊരു ദിവസം ഇവിടെ വെച്ചാലോ? ഈ വീട്ടിൽ കുറേ ആളുകളെ എനിക്ക് പരിചയമുണ്ട്, അവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരും വരും. നമുക്കൊരു പ്രാർത്ഥന, ഒരു ചെറിയ ഫെലോഷിപ്പ് ഇവിടെ നമുക്ക് വൈകിട്ട് വെച്ചാൽ എന്താണ്, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും. അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെയാണ് ആ പ്രാർത്ഥനയുടെ ആരംഭമാണ് ഔറംഗാബാദിലെ വേലയുടെ തുടക്കമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സമയമായിട്ടും അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുവാൻ പ്രയാസമാണ്. ഈ അച്ചായനും ഈ സിസ്റ്ററും ഒന്നും അടുക്കുന്നവരല്ല, ഇവരെല്ലാം മത്സരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കണ്ടുപിടിച്ചു, ആർമി ഓഫീസേഴ്സ് കോഴ്സിന് വന്ന ചിലരെ ഞാൻ പരിചയപ്പെട്ടു. അവരിൽ ഒരു കുടുംബം, കോട്ടയത്തു നിന്നുള്ള ഒരു കുടുംബമാണ്. അവർ വിശ്വാസികളാണ്, പക്ഷേ അവരിങ്ങനെ ട്രാൻസ്ഫറായി വരുന്നു. ഇവിടെ ചർച്ചുകളോ ഇവിടെ മറ്റൊന്നും കൂട്ടായ്മകളോ സുവിശേഷകരോ ഒന്നും ഇല്ലാത്തവരായതുകൊണ്ട് അവരും ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു. അങ്ങനെ അവരെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ അവരും പറഞ്ഞു, ഇങ്ങനെ കൂട്ടായ്മകളുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും വരാം, ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് എന്ന് പറഞ്ഞു. എന്നാലും ഈ അച്ചായനും അടുക്കാൻ ഒരു മനസ്സുമില്ല. അങ്ങനെ ഞാൻ അവസാനം ഈ സിസ്റ്ററോടും അച്ചായനോടും ചെന്ന് സംസാരിച്ചു. മറ്റ് സമുദായത്തിൽപ്പെട്ടവർ, ദൈവമക്കളെന്ന് പറയാത്തവർ കൂട്ടായ്മ നടത്താൻ അല്ലെങ്കിൽ കൂടുന്നതിന് വേണ്ടി തൽപരരായിരിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങളും വന്ന് സംബന്ധിക്കാം. കാരണം നിങ്ങൾ ദൈവമക്കളായതുകൊണ്ട്, ഈ ദേശത്ത് ജീവിക്കുന്ന ദൈവമക്കളായതുകൊണ്ട് നിങ്ങളോട് ഞാൻ മുമ്പേ അത് അറിയിക്കുകയാണ്. നിങ്ങളോട് അത് അറിയിച്ചില്ലല്ലോ എന്ന് വരരുത്. അതുകൊണ്ട് നിങ്ങൾ അതിന് സഹകരിച്ച് ദൈവപ്രവർത്തനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടും കൂടെ ഡിസ്കഷൻ ചെയ്ത ശേഷം തീരുമാനിച്ചു, നമുക്ക് അങ്ങനെയാണെങ്കിൽ മറാഠി സ്കൂളിൻ്റെ ഒരു റൂം വാടകയ്ക്ക് ചോദിക്കാം.
ഫാദർമാർ തരികയാണെങ്കിൽ നമുക്കവിടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ഒരു കൂട്ടായ്മ നമുക്ക് തുടങ്ങാവുന്നതാണ്. അങ്ങനെ ഏതായാലും ഇദ്ദേഹം ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്ന ആളായതുകൊണ്ടും മറ്റു പലരുടെ പരിചയത്തിലും കൂടെ ഏതായാലും മറാഠി സ്കൂളിൻ്റെ ഒരു റൂം തന്നു ഞായറാഴ്ച തോറും മീറ്റിംഗ് അവിടെ നടത്തുക. അതിന് ചെറിയ വാടക കൊടുത്താൽ മതി. അങ്ങനെ അവർ തന്നെ അത് മാനേജ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഔറംഗാബാദിൽ ഒരു ചർച്ച എന്ന നിലയിൽ ഒരു കൂട്ടായ്മ തുടങ്ങുവാനിടയായിത്തീർന്നു. കൂട്ടായ്മ തുടങ്ങിയപ്പോൾ മറ്റനേകർ പറഞ്ഞു ഇത് പെന്തിക്കോസുകാരുടെ സഭയാണ്, അതുകൊണ്ട് മറ്റുള്ളവരാരും അങ്ങോട്ട് പോകരുത് എന്നൊക്കെ വിലക്കുകളുണ്ടായി. പബ്ലിക്കായി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്കിലും ദൈവം പ്രവർത്തിച്ചു. ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞ ആ വെല്ലുവിളി എൻ്റെ ഹൃദയത്തിൽ എന്നും ദൈവസന്നിധിയിൽ ഓർത്ത് സ്തോത്രം ചെയ്യുമായിരുന്നു. അനേകരും ആത്മീയ താല്പര്യമൊക്കെ കാണിച്ചുവെങ്കിലും സ്നാനപ്പെട്ട് ദൈവമക്കളായി തീർന്ന് മുന്നോട്ട് വരുവാൻ താല്പര്യം കുറവായിരുന്നു കാണിച്ചിരുന്നത്. ഞാൻ എല്ലാവരെയും പരിചയപ്പെട്ടു. ഒരു പെന്തിക്കോസ് പാസ്റ്റർ എന്നുള്ള ഒരു വേഷ പ്രചരണത്തിലല്ല ഞാൻ അവിടെ പ്രവർത്തിച്ചത്. ഒരു ക്രിസ്തീയ പ്രവർത്തനം, സത്യവും വിശ്വാസവുമായ ഒരു ക്രിസ്തീയ പ്രവർത്തനം, എൻ്റെ അനുഭവം, ഇതൊക്കെയാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിനെ എല്ലാവരും അംഗീകരിക്കുകയും എല്ലാവരും അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാകുകയും ചെയ്തു. അതുകൊണ്ട് എല്ലാവരും എന്നോട് വളരെ സ്നേഹവും സഹകരണവുമായിരുന്നു. എന്നെ വിളിക്കുകയും ഞാൻ താമസിക്കുന്നിടത്ത് വന്ന് എന്നെ കാണുകയും ചെയ്യുമായിരുന്നു. എല്ലാവരും തന്നെയല്ല, അവരുടെ കോൺഗ്രിഗേഷനിൽ എന്നെ പ്രസംഗിക്കുവാൻ ഞായറാഴ്ച തോറും വിളിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ പോയി അവരുടെ മധ്യേ എൻ്റെ അനുഭവങ്ങൾ പറയുകയും ഞാൻ പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അവരോടുള്ള നല്ല സഹകരണമാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായ ആളുകളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. ചില ആളുകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു വന്ന് കർത്താവിനെ സ്വീകരിച്ച് സ്നാനപ്പെട്ട് ആ സഭയിൽ ദൈവമക്കളായി തീർന്നു. അപ്പോൾ അതറിഞ്ഞപ്പോൾ, ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടെന്നറിഞ്ഞപ്പോൾ വേറെ ചില ആളുകൾ കൂടെ ആർമിയിൽ നിന്ന് അവിടെ കൂട്ടായ്മയ്ക്ക് എത്തിച്ചേരുവാനിടയായി തീർന്നു. അവർ വേറെ സ്ഥലങ്ങളിൽ വെച്ച് വിശ്വാസികളായിരുന്നവരായിരുന്നു. പക്ഷേ ഈ സ്ഥലത്ത് ഇങ്ങനെ കൂട്ടായ്മകൾ ഉണ്ടെന്നും ഒന്നും തന്നെ അവർക്കറിയുകയില്ല. കാരണം അന്നത്തെ കാലങ്ങളിൽ അങ്ങനെ ഇല്ലല്ലോ പ്രചാരം. അങ്ങനെ ഈ കൂട്ടായ്മ വളരെയധികം ശക്തമായ നിലയിൽ മുന്നോട്ട് പോയി. ഇതാണ് ഔറംഗാബാദിലെ പ്രവർത്തനം ആദ്യമായിട്ട് തുടങ്ങുകയും മുന്നോട്ട് വളരുവാനിടയായി തീരുകയും ചെയ്ത സാഹചര്യം. ഒരു ടാങ്കിലാണ്, ഒരു ബിൽഡിംഗ് പണിയുന്ന വെള്ളം നിറയ്ക്കുന്ന ഒരു ടാങ്കിലാണ് ഞാൻ ആദ്യം വിശ്വാസത്തിൽ വന്ന ആളുകളെ സ്നാനപ്പെടുത്തി ദൈവസഭയിൽ ചേർക്കുവാനിടയായി തീർന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങനെ അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നു. അപ്പോൾ ഈ ആത്മീയ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന സമയങ്ങളിൽ തന്നെ ഈ ഔറംഗാബാദ് വലിയൊരു പട്ടണമാകയാൽ കണ്ടോൺമെൻറ്റ് ഏരിയയിൽ ഒരു കൂട്ടം ഈ മറാഠി സ്കൂളിൽ രാവിലെ നടക്കും. സിഡ്കോ ഏരിയയിൽ, ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വലിയ ആയിരക്കണക്കിന് ക്വാർട്ടേഴ്സുകളാണുള്ളത്. അവിടെ ഞാൻ ഉച്ചയ്ക്ക് പോയിട്ട് വിസിറ്റ് ചെയ്ത് അവിടെയും ഒരു വീട്ടിൽ വെച്ച് ഒരു കൂട്ടായ്മ ആരംഭിക്കുവാനിടയായി തീർന്നു. അങ്ങനെ കണ്ടോൺമെൻറ്റ് ഏരിയയിലും സിഡ്കോ ഏരിയയിലും ആയിട്ട് 2 കൂട്ടായ്മകൾ ഔറംഗാബാദ് പട്ടണത്തിൽ ആദ്യമായി ദൈവം നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതാണ് പിന്നീട് അവിടെ ധാരാളം സഭകൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവം ആ പട്ടണത്തെ പൂർണ്ണമായി രക്ഷയിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ അറിവിലേക്കായി ആ പട്ടണത്തിലെ പ്രവർത്തനത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് ഞാൻ അറിയിക്കാവുന്നു. ദൈവനാമം മാത്രം എടുക്കുമാറാകട്ടെ.